വെൽക്കം ടു ജബാമിയ. ദുബായിലെ മഞ്ഞിൽ കളിച്ചിട്ടുണ്ടോ? എന്നാതെ ഞാൻ മഞ്ഞിൽ കളിക്കാൻ പോവാ. ഞാനിപ്പോൾ ഉള്ളത് സ്കീ ദുബായിലാണ്. ക്രിസ്മസ് ഡേ കസിൻ്റെയും ഫാമിലിയുടെ ഒക്കെ കൂടെ സാന്താക്ലോസിനെ കാണാൻ വന്നേക്കാണ്. 150 to 200 dirhams ആണ് ടിക്കറ്റ് ചാർജ്. ഇതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ -3 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിടാനുള്ള കോട്ടും പാൻറ്റും സോക്സും ഷൂസും ഗ്ലൗസും ക്യാപ്പൊക്കെ ഇവർ നമുക്ക് തരും. ഇതിൽ സോക്സും ഗ്ലൗസും ക്യാപ്പൊക്കെ നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. ഇതാണ് എൻ്റെ കസിൻ്റെ ഫാമിലി. അങ്കിൾ, ആൻറ്റി, ജെയിൻ ചേട്ടൻ, നിവി ചേച്ചി ആൻഡ് ഞാൻ. അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു കെയിൻ ഹട്ട് കാണാം. ഇതൊരു ഷുഗറിൻ്റെ ക്യാൻറ്റീനാണ്. ആൻഡ് ഇത് കഴിക്കുന്നത് കുറച്ച് തണുപ്പ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ കാണുന്നത് സാന്റാ പോസ്റ്റ് ഓഫീസാണ്. കുഞ്ഞു പിള്ളേർക്ക് സാന്താക്ലോസിന് ലെറ്റർ എഴുതാനൊക്കെ പറ്റും. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ സാന്താക്ലോസിന് ഗിഫ്റ്റ് കിട്ടിയ ഓർമ്മയുണ്ടോ? ആക്ച്വലി എനിക്കുണ്ട്. ആൻഡ് ഫൈനലി വി എൻജോയ്ഡ്. കയറുമ്പോൾ തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ വന്ന ഫാമിലി മീറ്റ് സാന്റാ പാക്കേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയ്ക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കുറച്ച് ഏരിയാസ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആൻഡ് ഇതിന് സ്പെഷ്യലായിട്ട് മാറ്റി വെച്ച ഏരിയാസ്. ഇൻ ദാറ്റ് വി ക്യാൻ ടേക്ക് ഫോട്ടോ വിത്ത് സാന്റാ, വി ക്യാൻ ഗെറ്റ് എ ഹോട്ട് ചോക്ലേറ്റ് ആൻഡ് ലാസ്റ്റ്ലി ഒരു സ്ലൈഡ്. ഇതാണ് മെയിനായിട്ടുള്ളത്. ബട്ട് ഒരു കുഞ്ഞ് എക്സ്പീരിയൻസിന് ഇറ്റ്സ് റിയലി നൈസ്. ഏരിയ കുറച്ചുള്ളെങ്കിലും ഉള്ള ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒരു ക്രിസ്മസ് ഐലൻഡിൽ എത്തിയൊരു ഫീൽ കിട്ടും. പൈൻ ട്രീസ് ആയിട്ടും സ്ലെഡ്ജ്, സ്നോമാൻ, സാന്റാ കോട്ടേജ്, ക്രിസ്മസ് ട്രീ ആൻഡ് ഫൈനലി വി ക്യാൻ മീറ്റ് ദ സാന്റാ. ആൻഡ് മുകളിലെത്തിയിട്ട് ഒരു ഷോപ്പുണ്ട്, അവിടെ നമുക്ക് ഹോട്ട് ചോക്ലേറ്റും കിട്ടും. എമിറേറ്റ്സ് മോളിലാണ്. ആൻഡ് ഇതിലേക്കുള്ള ടിക്കറ്റ് ചാർജാണ് ഇതിലത്തെ ഒരു വലിയൊരു പ്രശ്നം. അത്ര കുറവൊന്നുമല്ല. ഈ 150 to 200 തന്നെ പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ഓരോ സ്ലൈഡ് കയറാനും സ്പെഷ്യൽ പ്രൈസാണ്. ഇവിടെ സ്കീ ചെയ്യാനാണ് കുറേ ആൾക്കാർ വരുന്നത്. ആൻഡ് നമ്മുടെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ പിള്ളേർ സ്കീ ചെയ്യുന്നത് കാണായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ വേറെ 2-3 റൈഡ്സ് ഉണ്ട്. അതിലൊക്കെ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരു 400-500 റേഞ്ചിലായിരിക്കും അതിനൊക്കെ പ്രൈസ് വരുന്നത്. പ്രൈസ് കണ്ട് കുറച്ച് ഞാൻ ഞെട്ടി. ഫുൾ പാക്കേജ്, അത് അവിടെയുള്ള എല്ലാത്തിലും കയറാൻ ഒരു 1000 above വരും ദിർഹംസ്. സോ അത്രയ്ക്ക് എക്കണോമിക്കൽ അല്ലെങ്കിൽ ചീപ്പൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ കയറില്ല എന്ന് വിചാരിച്ച് ഇവിടെ തിരക്കിന് ഒരു കുറവുമില്ല. ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ പോകുമ്പോഴും ഫുൾ ആളായിരുന്നു. അത്യാവശ്യം ലൈനൊക്കെ നിൽക്കണം. ബട്ട് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഷടപടേന്നാവും. ഞാൻ പോയത് 25th ഡിസംബറിനാണ്. എന്നോ എപ്പോഴോ യൂറോപ്പിൽ ക്രിസ്മസ് ആഘോഷിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇതതിൽ തീർന്നിട്ടൊന്നുമില്ല. എന്നാലും പ്രതീക്ഷിക്കാതെ ഇവിടെ എത്തിയതിൽ ഐ എം റിയലി ഹാപ്പി. ഈ നല്ല തണുപ്പിൽ നല്ല ചൂട് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ആ കപ്പിനൊരു പ്രത്യേകതയുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിന്നാൻ പറ്റും. ഈ കയറിപ്പോയ വഴിയൊക്കെ താഴേക്ക് വരുന്നത് ഒരു സ്ലൈഡിൽ കൂടെ ഇറങ്ങിയിട്ടാണ്.
ഒരു കുഞ്ഞു സ്ലൈഡ് ആണെങ്കിലും ഇറ്റ്സ് റിയലി ഫൺ. അങ്ങനെ സാന്റോനിയൊക്കെ മീറ്റ് ചെയ്ത് ഹോട്ട് ചോക്ലേറ്റ് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ദ എൻഡ്. ഫൈനലി വി ആർ അറ്റ് ദ എൻഡ്. ആൻഡ് ഈ പാക്കേജിൽ ലാസ്റ്റ് ഒരു സ്ലൈഡും കൂടി ഉണ്ട്. ഫൈനലി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് സാൻഡയുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ പ്രിന്റ് എടുത്തു. ട്രൂലി ഐ വിൽ സേ ഇറ്റ്സ് എ മെമ്മറി ഫോർ ലൈഫ് ടൈം.